ഈ ജാഥ മുന്നോട്ട് വെക്കുന്ന വികസനത്തിന്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, സാക്ഷ്യപത്രങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ മലയാളികളുടെയും അനുഭവമാണല്ലോ. വി ഡി സതീശൻ വിഭജന യാത്ര നടത്തി കാസർഗോഡ് നിന്ന് വരുമ്പോ ആ വാഹനവും സഞ്ചരിക്കുന്നത് LDF കേരളത്തിൽ സാധ്യമാക്കിയ വികസനത്തിന്റെ ഒരു മഹത്തായ പാതയിലൂടെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാസർഗോഡ് മുതൽ ഈ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു മലയാളിക്ക് ഈ കേരളത്തിൽ ഒരു ദശാബ്ദക്കാലം കൊണ്ടുവന്ന വിസ്മയകരമായ മാറ്റം എന്ന് പറയുന്നത് അവന്റെ ജീവിതാനുഭവമാണല്ലോ. ഞങ്ങൾ ഈ ജാഥയിലെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള 12 ലീഡർ ഉൾപ്പെടെയുള്ള 12 പേർ പ്രസംഗിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. ഫെബ്രുവരി മാസം തന്നെ ഏതാണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 90% പണി പൂർത്തീകരിച്ച ഈ ദേശീയപാത എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സമീപകാല വികസനത്തിന്റെ ഏറ്റവും വിസ്മയകരമായ ഒരു സാക്ഷ്യപത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ മാസം ഒരുപക്ഷെ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപ് അവന്റെ ഉദ്ഘാടനം നിറവേറ്റാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ ഉള്ള ചില സാങ്കേതികങ്ങളായ പ്രയാസങ്ങൾ മൂലമുള്ള ചില കമ്പനികളുടെ ഉദാസീനതയുടെ ഫലമായിട്ടൊക്കെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ കേരളത്തിന്റെ ചിരകാല സ്വപ്നമായിരിക്കുന്ന ഒരു പാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അത് UDFന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന നിർദ്ദേശമായിരുന്നല്ലോ. ഈ കേരളത്തിൽ ഈ ഒരുപാട് കൊമ്പ് കുലുക്കിയ നേതാക്കന്മാർ കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്തല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഒരു ഇഞ്ച് പോലും ആ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല? ഇവിടെ ഇതേ ഭൂമി ഉണ്ടായിരുന്നു, ആ കാലത്ത് ഇതേ കേരളം ഉണ്ടായിരുന്നു, ഇതേ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, ഭരണകൂടം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ കാലത്ത് നടപ്പായില്ല? നടപ്പാക്കാത്തതിന്റെ കാരണം ഇച്ഛാശക്തിയില്ല എന്നുള്ളതാണ്. ഒരാവശ്യത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അത് നടപ്പാക്കുന്നതിനാവശ്യമായ ഒരു പ്രായോഗിക പരിപാടി സ്വീകരിക്കുകയും ആ പരിപാടി നടപ്പാക്കുകയും ചെയ്യുന്നതിനുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അവരെ നിയന്ത്രിക്കുന്ന ഭരണ നേതൃത്വത്തിന്റെയും ഇച്ഛാശക്തിയില്ലായ്മയായിരുന്നു അവന്റെ കാരണം. ഇന്ന് ആ ഇച്ഛാശക്തിയുള്ള കാര്യക്ഷമതയുള്ള ഒരു രാഷ്ട്രീയ ഭരണ നേതൃത്വം നമുക്കുണ്ട് എന്നതാണ് വ്യത്യാസം. അതുകൊണ്ട് ആ പാത പൂർത്തീകരിക്കാൻ പോകുന്നു. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഈ കേരളത്തിൽ വന്നിട്ടുള്ള വളരെ ഗംഭീരങ്ങളായ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. ആരോഗ്യരംഗത്തെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. ഇപ്പോ കഴിഞ്ഞ മാസമാണ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ കുറെ നിങ്ങളിലൂടെ എത്തിയിട്ടുണ്ടാകും. ആ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഒരപകടമുണ്ടായി സർക്കാർ ആശുപത്രിയിലോ പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 5 ദിവസം നിങ്ങളുടെ ചികിത്സ ആരുടെയും ആവട്ടെ, ആ ചികിത്സ എന്ന് പറയുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സ്വകാര്യ ആശുപത്രിയിലും ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. നിങ്ങൾ പലരും ആ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പലരും അത്തരം സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നവരാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ, ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ അത്തരം ഒട്ടേറെ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ജീവിതം സാധാരണഗതിയിൽ പറയുന്നത് അജ്ഞാതങ്ങളായ വഴികളിലേക്ക് നമ്മളെ നയിക്കുമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു യാത്രക്കിടയിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചു, നമ്മുടെ കൺമുമ്പിലാവാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടറിവാം, നമ്മൾ ഉടനെ രോഗിയെ ആളെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചേരുന്നു. എത്തിക്കഴിഞ്ഞാൽ ഉള്ള സ്വകാര്യ ആശുപത്രിയിൽ ഉള്ള ഏറ്റവും വലിയ തടസ്സം എന്താണ്? അതിനുള്ള പണം കെട്ടിവെക്കണം, അതിനുള്ള ആവശ്യമായ മറ്റു കാര്യങ്ങൾ ചെയ്യണം. സാധാരണഗതിയിൽ താങ്ങാൻ പറ്റണമെന്നില്ല. തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിലേക്ക് ചിലപ്പോ നമുക്ക് സമയക്കുറവ് കൊണ്ട് എത്തിക്കാൻ സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളാണ്, നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ ആ കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പൂർണ്ണമായും സൗജന്യമായി, ഈ കൊണ്ടുപോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ 1 രൂപ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അവർ ഏറ്റവും വലിയ പ്രയാസത്തിലായിരിക്കും. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് എന്ന് പറഞ്ഞ ആ സ്വകാര്യ ആശുപത്രിക്കാരൻ വെറുതെ ചികിത്സിക്കണമെന്നല്ല, 5 ദിവസത്തെ പൂർണ്ണമായ ചികിത്സയുടെ തുക കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുക്കും എന്നാണ് പ്രഖ്യാപിച്ചത്. അതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ സമീപനം, കാഴ്ചപ്പാട് എന്ന് പറയുന്നത്.